പാലക്കാട് 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്രധാന അധ്യാപകൻ ലൈംഗികമായി പീഡിപ്പിച്ചതായി പരാതി. നഗരത്തിലെ ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രധാനാധ്യാപകനെതിരെ പോലീസ് കേസെടുത്തു. പാഠപുസ്തകം വാങ്ങാനെത്തിയ വിദ്യാർത്ഥിയെ പ്രധാനാധ്യാപകൻ പീഡിപ്പിച്ചു എന്നാണ് പരാതി. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, കേൾക്കുമ്പോൾ ഏറെ അസ്വസ്ഥത തോന്നുന്ന ഒരു വാർത്തയാണ്. പ്രത്യേകിച്ചും ഒരു പ്രധാന അധ്യാപകന്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു നടപടി, ഒരു കാര്യമുണ്ടായി എന്നുള്ളത്. എന്താണ് അവിടെ സംഭവിച്ചത്? ഇതിൽ വസ്തുത എന്താണ്? സ്വാതി, കഴിഞ്ഞ മാസമാണ് ഈ 7ാം ക്ലാസ് വിദ്യാർത്ഥിയും സഹോദരനും കൂടി പാഠപുസ്തകം വാങ്ങുന്നതിന് വേണ്ടി ഈ പാലക്കാട് നഗരത്തിൽ തന്നെയുള്ള ഈ യു പി സ്കൂളിൽ പഠിക്കുന്ന സ്കൂളിലേക്ക് എത്തുന്നത്. അവിടെ നിന്നാണ് ഈ സഹോദരന് പുസ്തകം പ്രധാനാധ്യാപകൻ താഴത്തെ നിലയിൽ നൽകി. പിന്നീട് ഈ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ മുകളിലെ നിലയിലേക്ക് വിളിച്ചു വരുത്തി അവിടെ നിന്ന് പാഠപുസ്തകം നൽകാനാണ് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുമാണ് ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത്. ഈ കുട്ടി വളരെ ഭയത്തോടു കൂടി തന്നെയായിരുന്നു. ഈ കുട്ടിയുടെ സുഹൃത്തിനോടാണ് ആദ്യ കാര്യം പറയുന്നത്. പിന്നീട് ആ സുഹൃത്ത് വഴിയാണ് ഈ കുഞ്ഞിന്റെ വീട്ടുകാരും ഇക്കാര്യം പറഞ്ഞത്. തുടർന്നാണ് പോലീസിൽ പരാതി നൽകുകയും ഒപ്പം തന്നെ CWCയിൽ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പാലക്കാട് സൗത്ത് പോലീസ് ഇപ്പോൾ ഈ പ്രധാന അധ്യാപകനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ CWCയുടെ റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷം കൂടുതൽ നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അധ്യാപകൻ ഇപ്പോൾ ഒളിവിലാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായ വിവരം ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഒട്ടും കേൾക്കാൻ പാടില്ലാത്ത ഒരു വിഷയം, ഒരു വാർത്ത തന്നെയാണ് അത്. കാരണം ഒരു സ്കൂളിലെ പ്രധാനാധ്യാപകൻ, ഒരു സർക്കാർ സ്കൂളിലെ പ്രധാനാധ്യാപകനാണ് അതേ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. അത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ളൊരു പീഡനം ഉണ്ടാകുന്നത് എന്നുകൂടി ഈ കുഞ്ഞെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും സമാനമായ അനുഭവം ഈ അധ്യാപകനിൽ നിന്നുണ്ടായി എന്നുള്ള ഒരു പരാതി കൂടി ഈ വിദ്യാർത്ഥി ഈ പോലീസിനോട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. CWCയുടെ റിപ്പോർട്ട് കൂടി കിട്ടിയതിനു ശേഷം കൂടുതൽ നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സ്വാതി. ശരി ശാന്തകുമാർ, എന്തായാലും സംരക്ഷകരും വഴികാട്ടികളുമാകേണ്ട അധ്യാപകർ, അതും ഒരു പ്രധാന അധ്യാപകന്റെ ഭാഗത്തു നിന്നുമാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി കുട്ടി നേരിടേണ്ടി വന്നിരിക്കുന്നത്. അതിൽ എന്തായാലും കൃത്യമായിട്ടുള്ള നടപടികൾ വേണം, ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടണം ഇക്കാര്യം എന്നുള്ളതാണ്.